സാക്ഷാൽ ദേവാലയം കണ്ണറ മതബോധന വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബൈബിൾ ദൃശ്യാവിഷ്കാരം ദാവീദിന്റെ പ്രയാണം. കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഇസ്രായേലിയർ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വലിയ ജനസമൂഹമായി തീർന്നു. നീതി നിർവഹണത്തിനും രാജ്യപാലനത്തിനും നിയമനിർമ്മാണത്തിനും അവർ കർത്താവിനോട് ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. തൻ്റെ പ്രവാചകനും നിയമജ്ഞനും ആജ്ഞാനുവർത്തിയുമായ ശമൂവേൽ പ്രവാചകനിലൂടെ കർത്താവ് ശൗലിനെ രാജാവായി അഭിഷിക്തനാക്കുന്നു. അധികാരത്തിന്റെ മതിഭ്രമം ബാധിച്ച ശൗൽ കർത്താവിന്റെ ആജ്ഞകൾ ലംഘിക്കുവാൻ തുടങ്ങിയതോടെ ശൗലിന് പകരം മറ്റൊരാളെ അഭിഷിക്തനാക്കുവാൻ ശമൂവേലിനോട് കർത്താവ് ആജ്ഞാപിക്കുന്നു. ബേത്ലഹേമിലെ ജെസ്സയുടെ പുത്രനായ ദാവീദിനെ തേടി ശമൂവേൽ എത്തുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരവും സംഭവബഹുലവുമായ ഒരു ഏഴിന് ഞങ്ങൾ നാടകാവിഷ്കാരം നൽകുന്നു. ബേത്ലഹേമിന്റെ തെരുവീതികളിലും ആരവമോ ആളും പേരുമില്ലാത്ത വിജനമായ ഈ കുഗ്രാമത്തിൽ ആരുടെ വരമാണാവോ ഘോഷിക്കപ്പെടുന്നത്? കൃഷിയിടങ്ങളിലും കാലിപ്പുരകളിലും കഴിയുന്ന കർഷക കുടുംബങ്ങളെയും ആട്ടിടയ കൂട്ടങ്ങളെയും ആർക്കും വേണ്ട. എന്റെ നല്ല ഓർമ്മയിൽ ഇവിടെയെങ്ങും ഒരു രാജവിളംബരം പോലും വന്നിട്ടില്ല. വയലേലകളിൽ പകലന്തിയോളം വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന കർഷകനാണ് നാടിന് അന്നം തരുന്നത്. എന്നാൽ അവര് എക്കാലത്തും അവഗണിക്കപ്പെട്ടവരായി തുടരുന്നു. എന്തൊരു നീതി, എന്തൊരു ധർമ്മം! കർമ്മം ചെയ്യുക എന്നത് താന്താനുടെ ലക്ഷ്യം. വാനമേഘങ്ങൾക്കപ്പുറമുള്ളവനാണ് കർമ്മഫലം പ്രദാനം ചെയ്യുന്നത്. രാജനീതിയേക്കാൾ ദേവനീതി കാംക്ഷിച്ചാൽ മതിയാകും. ആ ഓടിപ്പാഞ്ഞു വരുന്നത് ക്ഷമയല്ലേ? താഴ്വരയിൽ പുലി ഇറങ്ങിയെന്ന് കേട്ടാൽ പോലും മേലനങ്ങി ഓടാത്ത ക്ഷമ ഓടി വരുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് മകനെ നീ ഇങ്ങനെ ഭയന്നോടിയത്? അവിടെ നിന്ന് ആരവങ്ങളും ഉയരുന്നുണ്ട്. എന്തെങ്കിലും അപകടങ്ങളോ അനർത്ഥങ്ങളോ? അവിടെ തെരുവീതികളിലൂടെ ആഗതനാകുന്നു. ആര്? മഹാരാജാവോ? ഇതൊക്കെയാണ് കാര്യം പറയൂ സോദര. ആഗതനാകുന്നു. മഹാനായകനായ ശമൂവേൽ ആഗതനാകുന്നു. ഒരന്തവുമില്ലാതെ അസംബന്ധം എഴുന്നള്ളിക്കേണ്ട മഹാന്യായാധിപനായ ശമൂവേൽ ബേഥേലിന്റെ വീതികളിലൂടെ വരികയോ? എന്തിന്? അസംബന്ധമല്ല, യാഥാർത്ഥ്യം തന്നെ പിതാവേ. കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ അല്ല, ശിരസ് ഉയർത്തിപ്പിടിച്ച് കാൽനടയായി ജനങ്ങളുമായി സംവദിച്ചിട്ടാണ് വരവ്. തെരുവീതികളിൽ സ്വീകരിക്കാനെത്തിയവരോട് പൗരപ്രമാണിയായ ജെസ്സിയുടെ ഭവനമാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. കർത്താവുമായി നേരിട്ട് സംവദിക്കുന്ന മഹാന്യായാധിപൻ എന്നെ തേടി വരികയോ? ബെഞ്ചമിൻ ഗോത്രജനായ ശൗലിനെ ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്ത ശമൂവേൽ പ്രവാചകൻ നിസ്സാരനായ ഈ എന്നെ തേടി വരികയോ? മക്കളെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയതായി ഓർക്കുന്നുവോ? എനിക്ക് ആകെ ഭയം തോന്നുന്നു. തെറ്റു ചെയ്തിട്ടില്ലെന്ന് തികഞ്ഞ ബോധ്യമുള്ളപ്പോൾ നാം എന്തിനു ഭയക്കണം? നീതിമാന്മാരിൽ നീതിമാനായ നിയമജ്ഞനാണ് ശമൂവേൽ. നമ്മുടെ ഈ എളിയ ഭവനം ലക്ഷ്യമാക്കിയാണ് ആ വരവെങ്കിൽ അത്യാദരവുകളോടെ അദ്ദേഹത്തെ ഉപചാരപൂർവം സ്വീകരിച്ചാനയിക്കും. മഹാന്യായാധിപന്റെ വന്ദനങ്ങൾ. നിസ്സാരനായ ഈ കർഷകന്റെ മണ്ണും മനസ്സും ഗ്രഹവും അവിടുത്തെ പാദസ്പർശനത്താൽ ധന്യമായി. ഞാനും എൻ്റെ പരിവാരങ്ങളും അങ്ങയുടെ ആജ്ഞകൾക്കായി കാത്തു നിൽക്കുന്നു.
നഗര കവാടത്തിങ്കിൽ നാം എത്തിയപ്പോൾ ശ്രേഷ്ഠന്മാരായ പൗരപ്രമുഖർ നമ്മെ മുഖം കാണിക്കുവാനെത്തി. അവർക്കറിയേണ്ടത് നമ്മുടെ വരവ് ശുഭസൂചകമാണോ അല്ലയോ എന്നാണ്. അവർക്ക് നൽകിയ മറുപടി തന്നെ നാം അങ്ങേക്കും നൽകുന്നു. സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതമനുസരിച്ച് നാം ഇവിടെ എത്തിയിരിക്കുന്നു. നീതിമാനായ ജെസ്സയ്ക്കും കുടുംബത്തിനുമൊപ്പം ബലിയർപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങയുടെ പുത്രന്മാർ, അവരിൽ ഒരാളെ കർത്താവ് തന്റെ കാര്യകർമ്മങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവനെ കണ്ടെത്താനാണ് നമ്മുടെ ഈ വരവ്. വയലേലകളിൽ പൂട്ടിയ കാളകളുമായി മലടിക്കുന്നവരും ചെമ്മരിയാടിൻ പറ്റങ്ങളെ മേയിച്ച് നടക്കുന്നവരുമാണ് ഞങ്ങൾ എത്രയോ ചെറിയവർ. ഞങ്ങളെങ്ങനെ മണ്ണിൽ പൊന്നുലയിക്കുന്ന ജെസ്സയുടെ 8 പുത്രന്മാരിൽ 4 പേരെ നഗരപ്രാന്തത്തിനപ്പുറമുള്ള കൃഷിയിടത്തിൽ പൗരപ്രമാണിമാർ നമുക്ക് കാട്ടിത്തന്നു. മറ്റുള്ളവർ ആരൊക്കെയാണ്? അന്ന് കൃഷിയിടങ്ങളിൽ കണ്ട 4 പേരും ഇളയവരാണ്. ഇവരൊക്കെയാണ് മുതിർന്നവർ. ഒന്നിനൊന്നിന് മികവുറ്റവർ. പക്ഷേ മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപമായ ആകാരവടിവിൽ ശ്രദ്ധിക്കുമ്പോൾ സർവശക്തനായ പിതാവ് ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു. 8-ാമനെവിടെ? അതെ അതെ, ഒരാൾ കൂടി ബാക്കിയുണ്ട്. വാർദ്ധക്യത്തിൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന പൈതൽ, കൗമാരക്കാരനായ കുസൃതിക്കാരൻ, എല്ലാവരും കൂടി ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുന്ന ഒരു മഹാവികൃതി. അനുസരണ ലെവലേശമില്ല. അല്ലല്ല, മിടുക്കനാണവൻ. ഈ താഴ്വരയിലെ മുതിർന്നവരുടെ എല്ലാം വാത്സല്യഭാജനം, ബാലികാ ബാലന്മാരുടെയും കൗമാരക്കാരുടെയും വീരനായകൻ. തേനൂറും ഇമ്പത്തോടെ അവനോളം സുന്ദരമായി കിന്നരം വായിക്കുന്നവരായി ഈ പ്രദേശത്ത് ആരുമില്ല. അവന്റെ വിരൽത്തുമ്പുകൾ അറിയാതെ പോലും ഒന്ന് സ്പർശിച്ചാൽ കിന്നരതന്ത്രികൾ അവർണ്ണനീയമായ സംഗീതം പൊഴിക്കുന്നു. എന്താണ് ആ കുസൃതിക്കാരനായ പ്രതിഭയുടെ നാമം? ദാവീദ്. അതാണ് അവന്റെ നാമം. ദാവീദ്. പ്രിയങ്കരൻ എന്നർത്ഥം. കർത്താവിന് പ്രിയപ്പെട്ടവൻ അവൻ തന്നെ ആകണേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഈ ഇസ്രായേൽ രാജ്യത്തിന്റെ അധിപനാകാനുള്ള യോഗ്യത ആ പൈതലനുണ്ടെങ്കിൽ അവൻ ഇന്നേ ദിവസം അഭിഷിക്തനാകും. രാജാതിരാജനായ ശൗൽ തിരുമനസ്സുള്ളപ്പോൾ മറ്റൊരധിപനോ? എന്റെ ഈ കുഞ്ഞു മകന് അതിനുള്ള യോഗ്യത ഉണ്ടാകില്ല പ്രഭു. തിരുഹിതമെന്തെന്ന് കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലൊരു സായന്തനത്തിൽ സാധാരണക്കാരനായ ശൗലിനെ നാം അഭിഷേകം ചെയ്ത് ഈ രാജ്യത്തിന്റെ അധിപനാക്കിയത് അങ്ങ് മറന്നിട്ടുണ്ടാകില്ലല്ലോ. അധികാരത്തിന്റെ മതിഭ്രമം ബാധിച്ച ശൗലിന് കർത്താവിന്റെ ആജ്ഞകൾ പാലിക്കുവാൻ കഴിയുന്നില്ല. സർവശക്തനായ പിതാവിന് ശൗൽ അനഭിമിതനായി കഴിഞ്ഞിരിക്കുന്നു. എവിടെ ദാവീദ്? അവനെ കാണുവാൻ എനിക്ക് തിടുക്കമായി. നഗരപ്രാന്തത്തിനപ്പുറത്തുള്ള താഴ്വരയിലേക്ക് ആളുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ് ദാവീദും സംഘവും. അവിടെ ഇന്ന് വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള കൗമാരക്കാർ തമ്മിൽ കായിക അഭ്യാസ മത്സരങ്ങളാണ്.
എന്താണ് കുഞ്ഞുങ്ങളെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആരവം മുഴക്കി ആടിപ്പാടുന്നത്? ഞങ്ങൾ ഇന്ന് വിജയികളായി. എല്ലാ മത്സരങ്ങളിലും മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കിയ വലിയ വിജയം. ഞങ്ങളെ നയിച്ചത് അമ്മയുടെ പുത്രൻ ദാവീദാണ്. ദാവീദ്, അവനാണ് ഞങ്ങളുടെ വീരനായകൻ. അതെ, നാം കാതങ്ങൾ താണ്ടിയെത്തിയത് ഇവനെ തേടി തന്നെയാണ്. ഇവൻ തന്നെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നവൻ. മകനെ ദാവീദ്, നീ ഔന്നത്യങ്ങളിലെത്തുന്ന കാലം വിദൂരമല്ല. ശൗലിന്റെ കിന്നര വായനക്കാരനായി നീ അവന്റെ അരമനയിലെത്തും. അവിടെ നിന്ന് പടിപടിയായി വളരുവാൻ നിനക്ക് കർത്താവ് അവസരങ്ങൾ ഒരുക്കും. മകനെ ദാവീദ്, നിന്റെ സമയം സമാഗതമാകുന്നു. ആകെ കലുഷിതമായ മനസ്സുമായി അങ്ങ് അസ്വസ്ഥനായി ഉരുളുന്നത് കണ്ടു നിൽക്കുവാനുള്ള മനസ്സുറപ്പ് ഈ പ്രിയപത്നിക്കില്ല പ്രഭു. പഴയ പ്രതാപശാലിയായ എന്റെ ശൗൽ രാജാവിനെ എനിക്ക് തിരികെ വേണം. നിന്റെ ആത്മാർത്ഥമായ അഭിവാഞ്ച വ്യർത്ഥമാണ് പ്രിയതമേ. എനിക്കൊരിക്കലും പഴയ പ്രതാപശാലിയായ ശൗലാകുവാൻ കഴിയുകയില്ല. ആരെയും കൂസാതെ നാം ഭരിച്ചു. നമ്മുടേതായ നിയമങ്ങളും നിബന്ധനകളും നാം നടപ്പിലാക്കി. ശത്രു രാജ്യങ്ങൾക്ക് നേരെ രണഭീരി മുഴക്കി. കൊടും യുദ്ധങ്ങളിലൂടെ അവരെ തച്ചുടച്ചു. അവരുടെ കണക്കില്ലാത്ത സ്വത്തുവകകൾ അടങ്ങുന്ന കലവറകൾ കൊള്ളയടിച്ചു. നാം വളർന്നു. നാമാണല്ലമെന്ന അഹന്ത നമ്മെ നാം അല്ലാതാക്കി. ശമൂവേൽ പ്രവാചകനെ നാം അധിക്ഷേപിച്ചു. കർത്താവിന്റെ ആജ്ഞകൾ നാം ലംഘിച്ചു. കണ്ടില്ലേ, സർവശക്തനായ ദൈവം എന്നിൽ നിന്ന് അകന്നപ്പോൾ ഞാൻ ഒന്നുമല്ലാതായി. എനിക്ക് ചുറ്റും ദുരാത്മാക്കൾ താണ്ഡവ നൃത്തമാടുന്നു. എനിക്ക് വേണ്ടത് സ്വസ്ഥതയും സമാധാനവുമാണ്. അങ്ങയുടെ ഹൃദയം നുറുങ്ങുന്നത് കാണുവാനുള്ള കരുത്ത് എനിക്കില്ല പ്രഭു. അങ്ങയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അങ്ങയുടെ പുത്രന്മാരും അരുമപുത്രിമാരും അതീവ ദുഃഖിതരാണ്. അങ്ങയുടെ പ്രിയപുത്രൻ ജോനാഥൻ ഒന്ന് മന്ദഹസിച്ച് കണ്ടിട്ട് നാളെ ഏറെയായി. അല്ലയോ ദാവീദ്, ബെത്ലഹേമിലെ കർഷക കുടുംബത്തിൽ പിറന്നവനെങ്കിലും നീ അനുഗ്രഹീതനാണ്. നിന്റെ വിരൽത്തുമ്പുകൾ സ്പർശിക്കുമ്പോൾ കിന്നരതന്ത്രികൾ മധുരം പൊഴിക്കുന്നു. നിന്റെ സ്വരമാധുരി പുല്ലാങ്കുഴൽ നാദം പോലെ ചേതോഹരമാണ്. മകനെ, നീ കിന്നരം വീട്ടി പാടുമ്പോഴാണ് എന്റെ നാഥന് അല്പം ഒരു മനഃശാന്തി ലഭിക്കുന്നത്. അല്പം മുൻപ് നീ ആലപിച്ചുകൊണ്ടിരുന്ന ആ ഗാനത്തിന്റെ ഈരടികൾ ഒന്ന് ആലപിക്കൂ. ഉത്തരവ് പോലെ മഹാറാണി. ഈ ലോക കാഴ്ചകൾ എത്ര മനോഹരം, ഈ രാഗഗാനം എന്തൊരു മധുരം. വസന്തം പൂവിടത്തുമീ പ്രഭാതത്തിൽ തേനുകരാനായി മധുബനണഞ്ഞു. വസന്തം പൂവിടത്തുമീ. മകനെ ജോനാഥൻ, എന്താ ഈ പരിഭ്രമം? എന്താണ് ഉണ്ടായത്? അശുഭകരമായ വാർത്തകൾ എന്തെങ്കിലും? ശുഭകരമായ വർത്തമാനങ്ങളും വാർത്തകളും നമുക്ക് എന്നേ അന്യമായിരിക്കുന്നു. രാജ്യത്തിന്റെ നാലതിർത്തികളിലും ആക്രമിക്കാൻ പതിയിരിക്കുന്ന ശത്രുക്കൾ. വടക്കുകിഴക്കൻ ഭാഗത്തു നിന്ന് ഫിലിസ്തീൻ നമ്മുടെ രാജാതിർത്തിക്കുള്ളിൽ കടന്നു കഴിഞ്ഞു. നമ്മുടെ നിതാന്ത ശത്രുക്കളായ അമലേക്യർ അവർക്ക് പിന്തുണ നൽകുന്നു. അതിർത്തി പ്രദേശവും കടന്ന് ഫിലിസ്തീൻ പട തേരോട്ടം നടത്തുകയാണ്. ജനങ്ങളെ ഒന്നടങ്കം അവർ കൊള്ളയടിക്കുന്നു, ഒന്നൊടുക്കുന്നു. ജോനാഥൻ, അതിർത്തിയിൽ പടയോട്ടം നടത്തുന്ന ശത്രു സൈന്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കാതെ അവരെ തുരത്തി ഓടിക്കൂ. തലങ്ങും വിലങ്ങും അവരെ ഭേദിക്കാൻ നമ്മുടെ അശ്വസൈന്യവും കാലാൽപ്പടയും ധാരാളം മതി. ഫിലിസ്തീനെ എത്രയോ തവണ അവരുടെ മടയിൽ കയറി നാം പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇക്കുറി അവരുടെ വരവ് അങ്ങനെയല്ല പിതാവേ. നമ്മേക്കാൾ 10 മടങ്ങ് ശക്തരായാണ് അവരുടെ വരവ്. പോരാത്തതിന്
അവരുടെ മുന്നണി പോരാളിയായി അവരെ നയിക്കുന്നത് ഗോലിയാത്താണ്. ഗോലിയാത്ത് ആരാണവൻ? മഹാമേരു പോലെ ഉയർന്നു നിൽക്കുന്ന കരുത്തരിൽ കരുത്തനായ ഒരു മല്ലൻ. 100 കണക്കിന് വരുന്ന പോരാളികളെ ഒറ്റയ്ക്ക് നേരിടുന്നവൻ. കൊമ്പനാനയുടെ കരുത്തുള്ള അവന്റെ കൈകളിൽ ഞെരിഞ്ഞമർന്നൊടുങ്ങിയത് നമ്മുടെ പടയിലെ ഏറ്റവും വീറും വാശിയുമുള്ള പോരാളികളാണ്. അശ്വസൈനാധിപനായ സിൽഫിയാക്കിനെ വെറും കൈയാൽ കഴുത്ത് ഞെരിച്ച് കൊന്നു. അസംബന്ധം. ഒരു മല്ലൻ ഒറ്റയ്ക്ക് നമ്മുടെ സൈന്യത്തെ കശക്കി എറിഞ്ഞുവെന്നോ? അപമാനകരം. അസംബന്ധമല്ല പിതാവേ, യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം. 100 കണക്കിന് വരുന്ന സൈനികരാണ് ഓരോ ദിവസവും അവനോട് മല്ലടിച്ച് മൃതികളയുന്നത്. യുദ്ധമുഖത്ത് അവൻ പരിഹാസവചസ്സുകൾ ചൊരിഞ്ഞ് നമ്മെ വെല്ലുവിളിക്കുന്നു. അവനോട് ഏറ്റുമുട്ടാൻ ഭയന്ന് ബലിഷ്ഠകായരായ പോരാളികൾ വരെ പിന്തിരിഞ്ഞോടുന്നു. ഇനി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ അവനുമായി പോരടിക്കാൻ അങ്ങയുടെ പുത്രനായി ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. അരുത് മകനെ, അരുത്, പോകരുത്. പിറന്നു വീണ മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിയാത്തവൻ എന്ത് രാജകുമാരൻ? പരിഹാസ വചസ്സുകൾ കേട്ട് പ്രതികരിക്കാതെ വീരുവായി ജീവിക്കുന്നതിലും ഭേദമല്ലേ പോരാടി മരിക്കുക എന്നത്? മകനെ ജൊനാഥൻ, ഈ ധീരവചനങ്ങൾ നമുക്ക് ആനന്ദവും ആത്മവിശ്വാസവും നൽകുന്നു. നാളെ നേരം പുലരുമ്പോൾ പടകുടീരത്തിൽ നാം ഉണ്ടാകും. ഗോലിയാത്ത് എന്ന മല്ലനെ നേരിടുന്നത് ഇസ്രായേലിന്റെ അധിപനായ ശൗൽ തന്നെയാകും. പാടില്ല. കലുഷിതമായ മനസ്സുമായി അന്ന് പടക്കളത്തിലേക്ക് ഇറങ്ങണ്ട. നാളത്തെ പടം നയിക്കുന്നത് ഞാൻ തന്നെയാകും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ഗോലിയാത്ത്. പ്രഭു, ഈ യുദ്ധം നമുക്ക് അനുകൂലമല്ല. നമ്മുടെ കാലാൾപ്പടയെ ഗോലിയത്ത് മതമുഴകിയ കൊമ്പനാനെ പോലെ ചവിട്ടി വധിക്കുന്നു. അടിച്ചു വീഴ്ത്തി കാലുകൾ കൊണ്ട് ഞെരിച്ചമർത്തി ഖഡ്ഗം കൊണ്ട് കഴുത്തറക്കുന്ന ഭയാനകമായ രീതി. മുന്നണി പോരാളിയിൽ മുമ്പനായ കൈമ്പന്റെ തലയോട് ആ കൈകളാൽ ഞെരിഞ്ഞമർന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. രാജകുമാര, ഓടി രക്ഷപ്പെടൂ. ഈ യുദ്ധത്തിൽ നാം പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സൈന്യം നാനാഭാഗത്തേക്കും ചിന്നിച്ചിതറി കഴിഞ്ഞു. വഴക്കളത്തിലാകമാനം കബന്ധങ്ങൾ വീണ് നിറഞ്ഞിരിക്കുന്നു. ശൗലിന്റെ പുത്രനായ രാജകുമാര, പിടികൊടുക്കാതെ പിന്തിരിഞ്ഞോളൂ, അല്ലെങ്കിൽ ആ ഗോലിയാത്ത് അങ്ങേയും. ഇസ്രായേലി പരിശകളെ, ആരാണ് എന്റെ അടുത്തേര? ഇവിടെ രാജാക്കന്മാരുടെ രാജാവായ ശൗൽ. ശൗലിന്റെ ശിരസ് ഈ ഗോലിയാത്തിന്റെ കരങ്ങളിൽ പിടഞ്ഞമരും. അംഗപുരത്തിനുള്ളിൽ ഭയന്ന് ഒളിച്ചിരിക്കുന്ന ശൗലിനെ ഈ പഴക്കളത്തിലേക്ക് വിളിച്ചിറക്കൂ. ഹേ അജാനുബാഹുവായ വാടക പോരാളി, നീ ഒരു മനുഷ്യനോ മൃഗമോ? നിന്നോട് പോരടിക്കാൻ ഇതാ ശൗലിന്റെ പുത്രൻ ജൊനാഥൻ. എന്റെ രക്തം ഈ മണ്ണിനെ നനയ്ക്കുമ്പോൾ മാത്രം മതി ശൗലിനോടുള്ള നിന്റെ ഈ കൊലവിളി. ശൗലിന്റെ രക്തം നിന്നെയും നിന്റെ പിതാവിനെയും അവന്റെ പ്രജകളായ ഇസ്രായേലിനെയും ഞാൻ ചവിട്ടി മെതിക്കും. ഇങ്ങനെയൊരു രാജ്യം തന്നെ ഇല്ലാതാ. ഞങ്ങൾ ഫിലിസ്ത്യർ ഇവിടം ഭരിക്കും. പ്രഭു, ഒരു നിമിഷം നിൽക്കൂ. ഇവൻ വെറും കൊല്ലത്തടിയൻ. ഈ മലനോടൊന്നും പൊടുകണ്ട. ഇതിനോട് ഏറ്റുമുട്ടാൻ ഞാൻ മതി. ദാവീദ്, നീ എന്തിനിവിടെ വന്നു? യുദ്ധത്തിൽ പങ്കെടുക്കുവാനും പൊരുതുവാനുമുള്ള പ്രായം നിനക്കായിട്ടില്ല. വേഗം വേഗം നിന്റെ കൂട്ടുകാരെ വിളിച്ച് മടങ്ങിപ്പോകൂ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സഹോദരന്മാർക്ക് മരുന്നും ഭക്ഷണവുമായി വന്നതാണ് ഞങ്ങൾ. പക്ഷേ ഇനി ഞാൻ വീഴുന്നത് കാണാതെ ഞങ്ങൾ മടങ്ങിപ്പോകില്ല. ഞങ്ങളുടെയൊക്കെ പ്രിയ സോദരയാണ് ഈ പിശാച് കൊന്നൊടുക്കിയത്. ദാവീദ്, അവനെ വെറുതെ വിടരുത്. രാജകുമാരൻ, ദാവീദിനെ പടക്കളത്തിലേക്ക് അയക്കൂ. എന്റെ പിതാവിന് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു കൊടുത്ത ദാവീദ്, നിന്റെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു.
പക്ഷേ പടക്കളത്തിലേക്ക് ഇറങ്ങുവാനുള്ള പ്രായം നിനക്കായില്ല സോദര. അവന്റെ കൈകളിൽ പിടഞ്ഞു തീരുവാനുള്ളതല്ല നിന്റെ ഈ ജീവൻ. ഞാനും രാജ്യസ്നേഹ ഒരു പൗരനാണ് പ്രഭു. നമ്മുടെ സൈനികരെ കൊന്നെടുക്കുന്ന ഇവനോട് ഏറ്റുമുട്ടാൻ എന്നെ അനുവദിക്കൂ. സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടാൻ കഴിയാത്തവൻ എന്ത് പൗരനാണ്? പോയിന് പേര് കേട്ട ഇസ്രായേലിന്റെ ഒരു ഗതികേട്, ഭീരുക്കൾ, എല്ലാവർക്കില്ലാത്ത ഒരു ബാലനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ലജ്ജാകരം. വരൂ വരൂ, കോലാട്ടിൻ കുട്ടിയുടെ കഴുത്തൊടിക്കുന്നത് പോലെ നിന്നെ ഞാൻ ഈ വിരലുകൾ കൊണ്ട് ഞെരിച്ചൊടിക്കും. നിന്റെ ഈ മനോഹരമായ ശിരസ് ഞാൻ കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുക്കും. വെറും വാക്കുകൾ കൊണ്ട് വീമളക്കാതെ പോരടിക്കാൻ തയ്യാറാകൂ. ഈ വാളും പരിചയം അകമ്പടിയുമായി നിന്റെ നേർക്ക് വരുമ്പോൾ ഞാനിതാ വെറും കൈയുമായി നിന്റെ നേർക്ക് വരുന്നു. സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ ജനങ്ങളാണ് ഞങ്ങൾ. ആ ദൈവം കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ആരെയും ഭയക്കാറില്ല. ഗതി